ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രളയാനന്തരം തമിഴ്നാട്ടിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തി. ദുരിതബാധിത മേഖലയിൽ NDRFനെ വിന്യസിക്കുന്നതിനും സായുധ സേനയിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സഹായം നൽകുന്നത് സംബന്ധിച്ചും ഉന്നതതല യോഗം ചർച്ച ചെയ്തു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ പ്രകാശനം അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും മറ്റു പ്രമുഖരും പങ്കെടുക്കും. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് റോഡുകൾ, മേൽപ്പാലങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് വീട്, കുടിവെള്ളം, ശുചിത്വം, വൈദ്യുതി, ഗ്യാസ് സിലിണ്ടർ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും കൂടി ഉൾപ്പെടുന്നതാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ പൻസാർ ഗ്രാമത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഇന്ന് ആരും നിയമത്തിന് അതീതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗൌതം ബുദ്ധ സർവകലാശാലയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവതലമുറ ഭാരതത്തെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രമാക്കുമെന്നുള്ള പ്രതീക്ഷയും ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കുവച്ചു. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്തുമസ്. സംസ്ഥാനത്ത് ക്രിസ്തീയ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ആശംസകൾ നേർന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് അനുവദിച്ച പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ നാളെ സർവീസ് നടത്തും. ചെന്നൈ മുതൽ കോഴിക്കോട് വരെയാണ് പ്രത്യേക സർവീസ്. പുലർച്ചെ 4:30 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 3:20 കോഴിക്കോട് എത്തും. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി ചുമതലയേൽക്കും. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 29 നടക്കും. പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിക്കത്ത് കൈമാറി. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഈ മാസം 21 വീരമൃത്യു വരിച്ച 4 ജവാന്മാർക്ക് ആദരമർപ്പിച്ച് ഇന്ത്യൻ കരസേന. രജൌരി കരസേനാ മൈതാനത്ത് നടത്തിയ ചടങ്ങിൽ നോർത്തേൺ കമാൻഡ് കമാൻഡിംഗ് ജനറൽ ഓഫീസർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ജവാന്മാരുടെ കുടുംബങ്ങളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയില്ലെന്നും നിയന്ത്രിക്കാനേ സാധിക്കൂ എന്നും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. അപകടങ്ങൾ ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തങ്കയങ്കി രഥഘോഷയാത്ര പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര തുടരുന്നു. ഇന്ന് രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. ഘോഷയാത്ര 26 ഉച്ചയ്ക്ക് പമ്പയിലെത്തും. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഡ്രെയിനേജ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ തൊഴിലാളിയെയും രക്ഷപ്പെടുത്തി. ബീഹാർ സ്വദേശി ദീപകിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശി വിനയനെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. ടൂറിസം വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജനുവരി 2 വരെയാണ് പുഷ്പമേള. തിരുവനന്തപുരത്തിനു പുറമെ ടൂറിസം വകുപ്പ് കൊച്ചിയിലും കോഴിക്കോടും പ്രത്യേക ദീപാലങ്കാരങ്ങളും ഇൻസ്റ്റലേഷനുകളും ഒരുക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന K-സ്മാർട്ട് മൊബൈൽ ആപ്പ് ജനുവരി 1 മുതലെന്ന് മന്ത്രി MB രാജേഷ്. ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക ലോഗിൻ സംവിധാനം ആപ്പിലുണ്ടാകും. അപേക്ഷകളുടെ നിലവിലെ സ്ഥിതി അറിയാനും സൌകര്യമുണ്ടാകും. ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച കാലിക്കറ്റ് സർവകലാശാലയെ മന്ത്രി R ബിന്ദു അഭിനന്ദിച്ചു. 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലമാണ് സർവകലാശാല 19 പ്രവൃത്തി ദിവസം കൊണ്ട് പുറത്തുവിട്ടത്. കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 3ാം പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. 29 വരെ നീളുന്ന മേളയുടെ ഭാഗമായി വാട്ടർ സ്പോർട്സ് ഇനങ്ങളും സാഹസിക ജല കായിക മത്സരങ്ങളും ഭക്ഷ്യമേളയും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് KSRTCയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡിലേക്ക്. അവസാന പ്രവൃത്തി ദിനമായ ഇന്നലെ പ്രതിദിന വരുമാനം 9.055 കോടി രൂപ എന്ന നേട്ടം കൊയ്തു. ഈ മാസം 11 നേടിയ 9.03 കോടി എന്ന നേട്ടമാണ് ഇന്നലെ മറികടന്നത്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5228 കോടി രൂപയുടെ സബ്സിഡി ആനുകൂല്യങ്ങളാണ് ഈ വർഷം നൽകിയതെന്ന് കേന്ദ്ര സർക്കാർ. 11.53 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഇതുവഴി പ്രയോജനം ലഭിച്ചത്. രാജ്യത്തുടനീളം 7432 പബ്ലിക് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കായി സർക്കാർ 800 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് വിജയം. 4ാം ദിവസമായ ഇന്ന് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയ 261 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. തുടർന്ന് 75 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.